ഇന്ന് വീണ്ടും അടുത്തൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റി നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുക. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ എരിവ് നോക്കിയിട്ടെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വഴറ്റി തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലെ നമുക്ക് സൈഡിലേക്കൊന്ന് നീക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ചിക്കിയെടുക്കണം. തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളായി പോകാതിരിക്കാനായിട്ട് കുറച്ച് നേരം അങ്ങനെ ഒഴിച്ചിട്ടിട്ട് നമുക്കൊന്ന് കുത്തി പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മസാലയുടെ കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാവേ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാ ചോറായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു എഗ് റൈസാണ്. നമ്മളിനിയിപ്പോൾ എന്ത് കറി കൊടുക്കും എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് സലാഡൊക്കെ ഉണ്ടാക്കി കൂടെ കഴിക്കാം. ഇല്ലെങ്കിൽ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി കേട്ടോ. അപ്പോൾ ചക്കിയുടെ ലഞ്ച് ബോക്സിൽ ഇന്ന് ഞാൻ ഇതാണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുള്ളത്, നമ്മുടെ ഈ എഗ് റൈസ്. ഇത് സാധാ ചോറ് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ പപ്പടവും 2 ഡേറ്റ്സും കൂടാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.